ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇന്നലെ പറഞ്ഞിരുന്ന കൃത്യമായിട്ട് ഇന്നലത്തെ നമ്മുടെ വീഡിയോ എടുക്കുക. അതിൽ കറക്റ്റ് 4 മിനിറ്റ് മുതൽ താഴേക്കുള്ളത് നോക്കുക. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ വീക്ക്നെസ്സിനെ എങ്ങനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലെവൽസ് വെച്ചിട്ട് അനാലിസിസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ 4 ലെവൽസിൽ 3 ലെവൽസും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന 4ാമത്തെ ലെവലിലാണ്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന്ന് നമുക്ക് ഇന്നത്തെ സെഷനിൽ തന്നെ ആഡ് ചെയ്യാം. മാർക്കറ്റിൽ ഈ ഒരു കളക്റ്റീവ് ബിഹേവിയർ ന്യൂസിനെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് ആ ന്യൂസിനനുസരിച്ചിട്ട് നമ്മളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. തെറ്റിയാലും SL ഹിറ്റ് ചെയ്യുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ക്യാരക്ടറിലാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് വിൻ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതാണ് ഇന്നലെയും സംഭവിച്ചത്. നമ്മുടെ അനാലിസിസ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ. ഇന്നലെ PM മോഡി ഒരു കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് കേൾക്കുമ്പോൾ മാർക്കറ്റിനൊരു നമ്മൾ ബാഡ് സിറ്റുവേഷനിലാണല്ലോ എന്നുള്ളൊരു ഫീല് വരും. എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നി. അപ്പോൾ അതിനെങ്ങനെ ട്രേഡ് ചെയ്ത് നമ്മൾ കാശുണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വീഴ്ചയ്ക്ക് പകരം ചിലപ്പോൾ വീഴ്ചയ്ക്ക് ശേഷം തിരിച്ച് കയറുമ്പോൾ നമ്മുടെ പൊസിഷനിൽ ചിലപ്പോൾ ഒരു SL ഹിറ്റ് ചെയ്തൊക്കെ ഇരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയിരിക്കാം. നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുക. സോ ഇന്നും ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ചാർട്ടിലേക്ക് പോകാം. ഞാനൊരു വലിയൊരു വീഡിയോയിലേക്ക് പോകുന്നില്ല. മാർക്കറ്റ് കുറച്ച് കാലമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും കൺസോൾട്ടേഷൻ ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റിലാണ്, അതായത് ഈ ക്യാൻഡലിൻ്റെ ലോയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. 23,710 720 ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഡബിൾ ടോപ്പായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബേസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഇതിനെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഈ ഏത് പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാലും ഇതിൻ്റെ സൂചന എന്താണ്? ഇതൊരു വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നു കയറി 1 2 3 4 പ്രാവശ്യം വന്നു. 3 പ്രാവശ്യം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 4ാമത്തെ പ്രാവശ്യം ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ആ വീക്ക്നെസ് കുറച്ചുകൂടെ എവിഡൻ്റ് ആണ് അല്ലേ. ഇതിനനുസരിച്ചിട്ട് ഉള്ള ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റിനുള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഒരു 720, അതായത് ഈ ഒരു യെല്ലോ ലൈനിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ അതേ സാധനം നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാധനമുണ്ട്. എന്താണ്? മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രഷറിലുള്ള ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് വീഴ്ചയ്ക്കുള്ളൊരു ആക്കം കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടാവും. ആ ഗ്യാപ്പും കൂടെ ആകുമ്പോഴേക്കും ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിംഗ് ആണ് വരുന്നതെങ്കിൽ ആ സെല്ലിങ്ങിന് കണ്ടിന്യൂഷൻ വരാനും ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ലൈൻ വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം. എന്നിട്ട് അതിന് വീണ്ടും താഴേക്ക് പോകാനുള്ള ഏരിയാസ് ഉണ്ട്. ഇല്ല, ഇത് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഫസ്റ്റ് ലെവലായിട്ടും സെക്കൻഡ് ലെവൽ ഇപ്പോൾ നിൽക്കുന്ന 800 880 ലെവലിലേക്ക് വരാം. അപ്പോൾ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെവൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സിമെട്രിക് ഏരിയയിൽ നിന്ന് ഒരു വീക്കർ ആയിട്ടുള്ള ഒരു ബെയറിഷ് ട്രയാങ്കിളുടെ ലെവലിലേക്ക് ഇത് മാറുകയാണ്, ഇല്ലെങ്കിൽ ഒരു ഡബിൾ ടോപ്പായിട്ട് മാറുകയാണ്. ബേസും ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 24,000 or 23,800 വരെയൊക്കെയാണ് ഇതിൻ്റെ ലോവസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാം കൈവിട്ട ഒരു ലോയിലേക്ക് അത് വരുവാണ്. സോ അതിന് വീക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആദ്യത്തത് 23,660 23,660. അടുത്തത് 600. ഓക്കെ, 600 ഉണ്ട്. ഞാൻ 600 തൽക്കാലം വരയ്ക്കുകയാണ്. അത് ചെറിയൊരു നമ്പറാണ്. അതിനുശേഷം നമുക്ക് 500 520 അടുത്ത ലെവൽസ് എന്ന് പറയുക. ഓക്കെ, 520 440. ഓക്കെ, ഇതാണ് നമുക്ക് താഴേക്കുള്ള ലെവൽസ് എന്നറിയാം. മാർക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി അടുത്ത കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ സാധ്യത 23,240 ഞാനിപ്പോൾ പറയുന്നില്ല, എന്നാലും 440-നും ഒരു 600-ൻ്റെ ഇടയിലേക്ക് ഈ ലെവൽ വിട്ടിട്ട് 24,100-നും 23,880-ൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഏരിയയിലാണ്. ഇതായിരുന്നു കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ആ കോൺസെൻട്രേറ്റഡ് ഏരിയ ഇനി ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ ഇവിടെയായിട്ട് വരാനുള്ള സാധ്യത ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ
അടുത്ത ലെവലിലേക്കുള്ള മൂവ്മെൻറ്റാണ് ഈ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഇത് വിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇവിടെയെങ്കിൽ അത് അടുത്ത താഴേക്കുള്ള ഒരു 1-2 ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് അടുത്ത ഏരിയ ഇവിടെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യുകയാണ്, നല്ല സ്ട്രോങ് ബയ്യർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാം. മാർക്കറ്റ് എപ്പോഴും ഒരു ഡയറക്ഷൻ തന്നെ. ഇത് കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയ പോലത്തെ ഒരു പാറ്റേൺ ആണ്. മാർക്കറ്റ് താഴേക്ക് വീഴുന്നപ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടിയിരുന്നു. അതുപോലെ മാർക്കറ്റ് അതിഭീകരമായി വീഴാനുള്ള റീസൺ ഇല്ല, എന്നാലും മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരുന്ന കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട്. അപ്പോൾ ആ ഒരു മൊമെൻ്റമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. പുതിയ സ്വിംഗ് പൊസിഷൻസ് ഒന്നും മാക്സിമം എടുക്കാതിരിക്കുക. തീരുമാനങ്ങളൊന്നും ആകുന്നില്ല. ഒരു മിസൈലും ഒരു റോക്കറ്റും പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പോകാൻ വലിയ നിമിഷമൊന്നും വേണ്ട. ബാഡായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അത് വരുന്നതിൻ്റെ കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൈക്രോ ഡേറ്റാസും നല്ല റിസൾട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫിനാൻസ് അത്ര കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. അത് കാരണമുള്ള ഒരു വോൾട്ടൈലിറ്റി കൂടെയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിഭീകരമായിട്ട് വീഴില്ലെന്ന് പറഞ്ഞത്. കാരണം ഇത് ഇന്ത്യയുടെ മൈക്രോ ഡേറ്റയാണ്. മൈക്രോ ഡേറ്റ അത്ര ഓക്കെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.